അതേസമയം മറ്റൊരു ചോദ്യം, സ്ത്രീ ശാക്തീകരണം എന്നൊരു വാക്കുണ്ട് അല്ലേ? സ്ത്രീ ശാക്തീകരണം, അതുപോലെ ഫെമിനിസം, ഈ രണ്ട് കാര്യങ്ങൾ, സ്ത്രീ ശാക്തീകരണവും ഫെമിനിസവും ഈ ഒരു കാലഘട്ടത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ഒരു സാധാരണ നാട്ടിൻപുറത്തുള്ള അമ്മമാരെന്ന നിലയിൽ സ്ത്രീ ശാക്തീകരണവും അതുപോലെ ഫെമിനിസം, ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഫെമിനിസത്തോട് എന്ന് വെച്ചാൽ ഞാൻ പെണ്ണാണ്, എനിക്ക് ഫെമിനിസം എന്ന് പറയുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ് ശരിയല്ല. പക്ഷെ പെണ്ണിന് എല്ലായിടത്തും സ്ഥാനം കിട്ടണം. തീർച്ചയായും അതിനുവേണ്ടി അവര് ഞാനൊരു ഫെമിനിസ്റ്റ് ആണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടായിരിക്കില്ല, അവളുടേത് വഴി തളിച്ചെടുക്കുക വേണ്ടത്. അല്ലാതെ എനിക്ക് പെണ്ണെടുത്ത് അല്ലെങ്കിൽ പെണ്ണ് എന്ന് പറഞ്ഞിങ്ങനെ ഫെമിനിസം അതിന്റെ ആവശ്യമില്ല. വേറെ അതാ, അല്ലാതെ എനിക്ക് ഫെമിനിസത്തിലൂടെ ഞാൻ എന്ത് സാധിക്കും എന്നുള്ള ആ ആറ്റിറ്റ്യൂഡ് ശരിയല്ല. നമ്മള് ആൺപെൺ വേർതിരിവില്ലാതെ എല്ലായിടത്തും സ്ഥാനം കിട്ടണം. അതിന് അംഗീകാരം പദവി എല്ലായിടത്തും തുല്യ സ്ഥാനം. ഇപ്പൊ പ്രധാനമന്ത്രി പദം വഹിച്ച നമ്മുടെ ഇന്ദിരാഗാന്ധി അല്ലെങ്കിൽ നമ്മുടെ ബഹുമാനപ്പെട്ട രാഷ്ട്രപതി ഒക്കെ, പ്രതിഭാ പാട്ടീലെ പോലെയുള്ളവരൊക്കെ ഫെമിനിസത്തിലൂടെ അല്ലല്ലോ വന്നത്. അല്ല, അവരുടെ കഴിവ് തെളിയിച്ചാണ് അവരെത്തിയിരിക്കുന്നത്. അങ്ങനെ കഴിവ് തെളിയിച്ച് എത്തണം എന്നാണ് അതിലെ ഫെമിനിസം ഒരു മറയാക്കി പല പല ഇതിലൂടെ പോകുന്ന ആൾക്കാരുണ്ട്. അതൊരു നല്ല പ്രവണതയല്ല എന്നാണ് എന്റെ അഭിപ്രായം. പിടിച്ചുവാങ്ങൽ വേണ്ട, നമ്മുടെ കഴിവ് തെളിയിച്ച് എത്തിപ്പെടണം, അതാണ് എന്റെ അഭിപ്രായം. അല്ലെ, ശ്രദ്ധേയമായ ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഫെമിനിസം ഒത്തിരി ചർച്ച ചെയ്യപ്പെടുന്നതാണ്, അതിനെ ഒത്തിരി മാധ്യമങ്ങൾ പൂർത്തിയും ചെയ്യുമ്പോൾ ഒരു സാധാരണ വീട്ടമ്മയുടെ കാഴ്ചപ്പാടിൽ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. അത് പ്രേക്ഷകർ ഉൾക്കൊള്ളുമെന്ന് മനസ്സിലാക്കിയാണ് അംഗീകാരങ്ങളെ തേടി എത്തുന്നതും പിടിച്ചുവാങ്ങലിനും അപ്പുറം, വിലപേശലിനും അപ്പുറം ഫെമിനിസത്തിന് പുതിയ കാഴ്ചപ്പാട് ഉണ്ടാകട്ടെ എന്നാണ് പ്രിയ ടീച്ചർ നമ്മോടൊപ്പം പങ്കുവയ്ക്കുന്നത്.